വിഷാദരോഗത്തിനുള്ള മരുന്ന് അമിതമായി കഴിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമിതമായി അകത്തെത്തിയ മരുന്നിന്റെ പ്രവർത്തന ഫലമായി സുനന്ദയ്ക്ക് ബോധം നഷ്ടമായെന്നും ക്രമേണ മരണം സംഭവിച്ചുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വൈകിട്ട് 4-നും 6-നും ഇടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അടിയന്തരമായി വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടെങ്കിലും ഈ മുറിവുകളല്ല മരണകാരണമായതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ മുറിപ്പാടുകൾ മർദ്ദനമേറ്റതാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണത്തിനു മുൻപ് പിടിവലി നടന്നു, കടിയേറ്റ പാടുകളും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം തരൂർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിന്റെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ SDM അന്തിമ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറിയേക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തരൂരിനെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ നിർദ്ദേശമുണ്ടാവുക. അതേസമയം ശശി തരൂരിന് ക്ലീൻ ചിറ്റ് ലഭിച്ചേക്കുമെന്നും സൂചനയുണ്ട്. തരൂർ ഹോട്ടലിൽ നിന്നും പുറത്തുപോയി 2 മണിക്കൂർ കഴിഞ്ഞ് സുനന്ദയെ ഹോട്ടലിൽ കണ്ടുവെന്ന് പോലീസിന് സാക്ഷിമൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനന്ദയുടെ മരണം നടക്കുമ്പോൾ തരൂർ ഹോട്ടലിൽ ഇല്ലായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തരൂരിന് ക്ലീൻ ചിറ്റ് ലഭിച്ചേക്കുമെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. മീഡിയ 1, ഡൽഹി.